എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ജൂനിയർ ടോഫ്ലമിംഗോ ആളാണെങ്കിൽ ഇപ്പോ ഏതോ ഒരു ബുക്കൊക്കെ വായിച്ച് ഇപ്പോ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ഒരുപാട് ജനങ്ങൾ ചേർന്ന് സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ പറഞ്ചം പുറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ചേർന്ന് അവരെല്ലാവരെയും ഒരുപാട് ഉപദ്രവിക്കുകയാണ്. ചുറ്റിക വെച്ച് ഇടിച്ചും അമ്പെയ്ത് അറ്റാക്ക് ചെയ്തും നരകയാതന അതവർക്ക് കൊടുക്കുകയാണ്. കുഞ്ഞു ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ആ വേദന സഹിക്കാനാവില്ല. അവനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് കരയും. ഡോഫ്ലമിംഗോയുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ യാചിക്കും, ദയവ് ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം. ഞങ്ങൾ ആരും ഇനി മുതൽ നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഞങ്ങൾ ആ സെലസ്റ്റിയൽ ഡ്രാഗൺ പദവി അതുപോലും ഉപേക്ഷിച്ചവരാണ്. പക്ഷെ ജനങ്ങൾക്കാണെങ്കിൽ ടോഫ്ലമിംഗോയുടെ പപ്പ എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്ക് അത് കൺവിൻസ്ഡ് ആവില്ല. അവരാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, 3 ദിവസം നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയ ഒരു പെൺകുട്ടിയാണിത്. സെലസ്റ്റിയൽ ഡ്രാഗൺസ് കാരണം ഇവൾക്കിപ്പോ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. മാത്രമല്ല ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ ഒരു കാരണവുമില്ലാതെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ചവിട്ടി അരച്ചു കൊന്നു. അതൊന്നും ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഇങ്ങനെ അവിടെ കൂട്ടം കൂടി നിന്ന ജനങ്ങളിൽ ഓരോരുത്തരും അവർക്ക് സെലസ്റ്റിയൽ ഡ്രാഗൺസ് കാരണം സംഭവിച്ച ട്രാജഡീസ് അതൊന്നൊന്നായിട്ട് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഫേസ് ചെയ്ത കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, വേദനകൾ അത് മുഴുവൻ നിങ്ങൾ അനുഭവിക്കണം. അതനുഭവിച്ച് നിങ്ങൾ മരണപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് അവർ വീണ്ടും ഇപ്പോൾ അറ്റാക്ക് ചെയ്യും. നിങ്ങൾക്ക് ജീവിക്കാൻ യാതൊരു അർഹതയില്ല, നിങ്ങൾ മരിക്കേണ്ടവരാണെന്ന് പറഞ്ഞ് ജനങ്ങൾ പൊട്ടിക്കരഞ്ഞ് അമ്പെയ്തുകൊണ്ടേയിരിക്കും. ഇതിൽ ഒരമ്പാണെങ്കിൽ ഇപ്പൊ ഡോഫ്ലമിംഗോടെ തൊട്ടടുത്ത് വന്ന് അങ്ങനെ തറച്ചു കയറും. നിസ്സഹായനായ കിങ്ങിന് എന്തു പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കണം, അനുനയിപ്പിക്കണം എന്നറിയില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ പദവി വേണ്ടാന്ന് വെച്ചതും ഒരു നോർമൽ ലൈഫ് അത് ലീഡ് ചെയ്യാൻ ആഗ്രഹിച്ചതും. പക്ഷെ ജനങ്ങൾ മാത്രം അതൊന്നും മനസ്സിലാക്കാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ ഡോഫ്ലമിംഗോ അവൻ ഞെട്ടി എഴുന്നേക്കും. അപ്പോഴായിരിക്കും അവനൊരു കോള് വരിക. ഓപ്പോസിറ്റുള്ള ആള് ട്രഫാൽഗറിലോ ഡോഫ്ലമിംഗോയുടെ ബ്രദറിനെ കുത്തിയെന്നുള്ള കാര്യം പറയും. അത് കേട്ട് അവനങ്ങനെ ഫ്രീസ് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് 33 വർഷങ്ങൾക്ക് മുൻപ് ആ മരി ജോയ്സ് ഐലാൻഡ് കാണിക്കും. ഡോഫ്ലമിംഗോയുടെ പപ്പയാണെങ്കിൽ ഇപ്പൊ അവിടെയുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസിനോട് പറയും, എനിക്കിനി ഇതുപോലൊരു സെലസ്റ്റിയൽ ഡ്രാഗനായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല. സോ ഞാനും എന്റെ ഫാമിലിയും ഈ സെലസ്റ്റിയൽ ഡ്രാഗൺ പദവിയിൽ നിന്ന് വിത്ഡ്രോ ചെയ്യുകയാണ്. മുൻപ് എങ്ങനെയായിരുന്നു ഒരു ഹ്യൂമൺ ആയിട്ട് ഞാൻ സമാധാനമായിട്ട് ജീവിച്ചത്, അതുപോലൊരു ലൈഫ് എനിക്ക് ഇനിയും ലീഡ് ചെയ്യാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോകും. ചുറ്റും ഉണ്ടായിരുന്ന സെലസ്റ്റിയൽ ഡ്രാഗൺസ് എല്ലാവരും ഇപ്പൊ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്ക്. ഹ്യൂമൻസ് അവർക്ക് നമ്മളോട് തീർത്താ തീരാത്ത പകയാണ്. സോ ജനങ്ങളുടെ കൈ നമ്മൾ കിട്ടിയ അവർ നമ്മളെ വെറുതെ വിടില്ല. പക്ഷെ ഡോഫ്ലമിംഗോയുടെ പപ്പയാണെങ്കിൽ ആളുടെ തീരുമാനത്തിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. ഉടനെ വേറെ വഴിയില്ലാതെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് അത് ആക്സെപ്റ്റ് ചെയ്ത് അവർക്ക് താമസിക്കാനായി ഇപ്പോ ഒരു പ്രത്യേക സ്ഥലം നൽകുകയാണ്. ഒരുപാട് സ്വത്തുക്കളും പാലസും ഒക്കെ തന്നെ അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കും. ഡോഫ്ലമിംഗോയ്ക്കാണെങ്കിൽ ഇതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. ഡോഫ്ലമിംഗോയുടെ പപ്പയാണെങ്കിൽ ഡോഫ്ലമിംഗോയ്ക്കും അവന്റെ ബ്രദറിനും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്സിനെ പോലെ അവരെ വളർത്താനായിട്ട് ശ്രമിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവില്ല. ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആണെന്ന് പറഞ്ഞ് അവരെ ഡ്രസ്സൊക്കെ ഇപ്പൊ വലിച്ചെറിയും. അവര് താമസിക്കുന്ന ഗ്രാമത്തിലുള്ളവര് ഇപ്പോ ഡോഫ്ലമിംഗോയും അവന്റെ പപ്പയും ഫാമിലിയും എല്ലാവരും സെലസ്റ്റിയൽ ഡ്രാഗൺസ് ആയിരുന്നു എന്ന് തിരിച്ചറിയും. അവരാണെങ്കിൽ അത് തിരിച്ചറിയേണ്ട താമസം പേടിച്ച് ദൂരേക്ക് മാറുകയാണ്. ഡോഫ്ലമിംഗോയുടെ പപ്പ ആവുന്നത് പോലെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ ദേഷ്യവും വെറുപ്പൊക്കെ കാരണം അവർ ദൂരേക്ക് മാറും. അവിടെയുള്ള ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പോ വീടിന് തീയിടും. അവരെ നശിപ്പിക്കാനായിട്ട് അവർ ആ ഗ്രാമം മുഴുവൻ അലഞ്ഞു നടക്കും. അതേസമയം ഡോഫ്ലമിംഗോയും അവരുടെ ഫാമിലിയും അവരെങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാട് വഴിയൊക്കെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അവരാണെങ്കിൽ തലനാരഴക്കി രക്ഷപ്പെട്ട് സ്ക്രാപ്പുകളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക ഭാഗത്തേക്ക് വരും. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതുപോലൊരു സ്ഥലത്ത് ജീവിക്കാൻ, എനിക്ക് എത്രയും വേഗം മറി ജോയ്സിലേക്ക് തിരികെ പോകണം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ ജനങ്ങളാണെങ്കിൽ ഡോഫ്ലമിംഗോയെ ഫാമിലിയെ അന്വേഷിച്ച് ഇപ്പോ ആ ഒരു സ്ക്രാപ്പ് ഏരിയയിലേക്കും എത്തിയിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയുടെ പപ്പയ്ക്കാണെങ്കിൽ ഇപ്പൊ വേറെ വഴിയില്ല. ആളാണെങ്കിൽ എത്രയും വേഗം ഇപ്പോ മറി ജോയ്സിലുള്ള ബാക്കി സെലസ്റ്റിയൽ ഡ്രാഗൺസിനെ കോണ്ടാക്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. ജനങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞു. ഞങ്ങളുടെ മുൻപിൽ ഇപ്പൊ വേറെ വഴിയില്ല, ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനും എന്റെ ഫാമിലിയും ഇപ്പൊ ഒരു സ്ക്രാപ്പ് ഏരിയയിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എത്രയും വേഗം ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞ് ആള് കെഞ്ചും. പക്ഷെ ഓപ്പോസിറ്റുള്ള സെലസ്റ്റിയൽ ഡ്രാഗൺസ് അവർ തീർത്തു പറയും, ഞങ്ങളെ കൊണ്ടിനി ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. നിങ്ങളെടുത്ത തീരുമാനമാണ് ഇതിനെല്ലാം കാരണമായത്. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളത് അനുഭവിച്ചേ പറ്റൂ, ഞങ്ങൾക്കതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യാണ്.
ഡോഫ്ലമിംഗോയുടെ പപ്പയാണെങ്കിൽ വീണ്ടും വീണ്ടും കോണ്ടാക്ട് ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അവരാണെങ്കിൽ അത് കേൾക്കാൻ പോലും തയ്യാറാവാതെ ഫോൺ ഡിസ്കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പട്ടിണിയിലും ദുരിതത്തിലും അവർ ഒരുപാട് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. പട്ടിണി സഹിക്കാൻ കഴിയാതെ ഡോഫ്ലമിംഗോയും അവന്റെ ബ്രദറും അവർ രണ്ടുപേരും ഗ്രാമത്തിലേക്ക് ഇറങ്ങി അവർക്ക് ആവശ്യമായിട്ടുള്ള അല്പ ആഹാരം അത് മോഷ്ടിക്കും. അതിനാൽ ജനങ്ങള് അവർ കുട്ടികളാണെന്ന് പോലും നോക്കാതെ അവരെ പിടിച്ചു വലിച്ച് കയ്യിൽ കിട്ടിയ കമ്പും സ്റ്റിക്കൊക്കെ ഉപയോഗിച്ച് അച്ചരം പൊച്ചരം അവരെ തല്ലുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ അവന്റെ പപ്പയെ കുറ്റപ്പെടുത്തും. ഇതിനെല്ലാം കാരണക്കാരൻ എന്റെ അച്ഛൻ മാത്രമാണ്. പക്ഷേ ഇതിന് ഞാൻ പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് അവനും അവന്റെ അനുജനും ചേർന്ന് പറ്റും പോലെയെല്ലാം സാധനങ്ങൾ മോഷ്ടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങും. മാത്രമല്ല അവർ മോഷ്ടിച്ച സാധനങ്ങൾ അവരുടെ അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ ഇത്രയും കാലവും അവർ ഒരുപാട് ഹൈജീനിക് ആയിട്ടൊക്കെ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വൃത്തിയില്ലാത്ത സ്ഥലത്ത് ജീവിച്ച് ഇപ്പൊ ഒട്ടും വയ്യാതായി. ഇപ്പറായിട്ട് ട്രീറ്റ്മെന്റും ഫുഡും ഒന്നും കിട്ടാതെ അവരുടെ അമ്മ അവിടെ വെച്ച് മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോഫ്ലമിംഗോയ്ക്ക് അവന്റെ പപ്പയോടുള്ള ദേഷ്യം അത് ഇരട്ടിയാവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ജനങ്ങൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ ഡോഫ്ലമിംഗോയെയും ഡോഫ്ലമിംഗോയുടെ പപ്പയെയും അനുജനെയും ഒക്കെ കണ്ടുപിടിക്കുക. ഡോഫ്ലമിംഗോയുടെ പപ്പ കരഞ്ഞ് അവരുടെ കാല് പിടിക്കും. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്നും ചെയ്യരുത്. പക്ഷെ ആ ജനങ്ങൾ ഓൾറെഡി സെലസ്റ്റിയൽ ഡ്രാഗൺസിന്റെ കയ്യിൽപ്പെട്ട് ഒരുപാട് അനുഭവിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവാതെ അവരെ പിടിച്ചു വലിച്ച് അച്ചരം പൊച്ചരം തല്ലുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഡോഫ്ലമിംഗോയുടെ ബ്രദറിനെ കുത്തിയ നമ്മുടെ ട്രഫാർഗർ ലോയെ അവനെ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് ചേർന്ന് പിടിച്ചു വലിച്ച് അവിടേക്ക് കൊണ്ടുവരും. ട്രഫാർഗർ ലോയെ ആണെങ്കിൽ ഇപ്പൊ ആ കാഴ്ച കണ്ട് ഞെട്ടും. ഡോഫ്ലമിംഗോയുടെ തൊട്ടടുത്ത് അവൻ കുത്തി പരിക്കേൽപ്പിച്ച ഡോഫ്ലമിംഗോയുടെ ബ്രദർ അവന് യാതൊരു കുഴപ്പമില്ല. അവർ രണ്ടുപേരും ക്യാഷ്ലായിട്ട് നിന്ന് ഇപ്പൊ ട്രഫാർഗർ ലോയെ തന്നെ നോക്കുകയാണ്. ട്രഫാർഗർ ലോ ആണെങ്കിൽ മരിക്കാൻ തയ്യാറാവും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഡോഫ്ലമിംഗോ ആൾ അവിടെയുള്ള എല്ലാവരോടുമായിട്ട് പറയും, ട്രഫാർഗർ ലോയെ ഇന്നു മുതൽ നമ്മളുടെ ഫാമിലിയിൽ ചേർക്കാൻ പോവാണ്. ട്രഫാർഗർ ലോയും ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അത് കേട്ട് വണ്ടടിക്കും. ഡോഫ്ലമിംഗോ ക്യാഷ്ലായിട്ട് പറയും, നീ ഇത്രയും കാലവും അനുഭവിച്ചതും നീ ഇപ്പൊ ചെയ്ത എല്ലാ കാര്യങ്ങളും ചേർത്താണ് ഞാൻ നിന്നെ ഫാമിലിയിൽ ചേർക്കുന്നത്. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ക് നിനക്ക് അനുകൂലമാണെങ്കിൽ 3 വർഷത്തിനുള്ളിൽ നീ മരിക്കില്ല. നിനക്ക് ഇനിയും ഒരുപാട് കാലത്ത് ആയുസ് ഉണ്ടാവും. നിന്റെ ഈ ഡിസീസ് ക്യൂർ ചെയ്യാനുള്ള ഡെവിൾ ഫ്രൂട്ട് അത് തീർച്ചയായിട്ടും എവിടുന്നെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനിയുള്ള 10 വർഷക്കാലം നിനക്ക് ഞാൻ ട്രെയിനിങ് തരും. അങ്ങനെ ട്രെയിനിങ് തന്ന് കൂടുതൽ പവർഫുൾ ആക്കി മാറ്റി നിന്നെ ഞാൻ എന്റെ റൈറ്റ് ഹാൻഡ് ആക്കും. ഡോഫ്ലമിംഗോയുടെ അനുജനാണെങ്കിൽ അവന്റെ വയറൊക്കെ പൊത്തിയിരിക്കുകയാണ്. ഡോഫ്ലമിംഗോയുടെ അനുജൻ പറയും, എന്നെ ഏതോ ഒരു ശത്രുവാണ് കത്തി കൊണ്ട് കുത്തിയത്. അവനെ ഞാൻ അപ്പൊ തന്നെ തകർത്തില്ലാതാക്കി. ചുറ്റുമുള്ളവർക്ക് വീണ്ടും ഒരുപാട് കൺഫ്യൂഷൻ. എന്തുകൊണ്ടായിരിക്കും ഇവനിങ്ങനെ മാറ്റി പറഞ്ഞ് ഇപ്പോ ട്രഫാർഗർ ലോയെ രക്ഷിച്ചിട്ടുണ്ടാവുക? അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവര് ഒരുമിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങും. ന്യൂ വേൾഡിലേക്ക് വരാനും അവരുടെ ബിസിനസ് അത് എക്സ്പാൻഡ് ചെയ്യാനും അവർ പ്ലാൻ ചെയ്ത് ഒരുപാട് വില്ലന്മാരെ അങ്ങനെ കൊല്ലുകയാണ്. ഡോഫ്ലമിംഗോ ആണെങ്കിൽ ട്രഫാർഗർ ലോയ്ക്ക് ഒരുപാട് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. പക്ഷെ എന്താ, അവന്റെ ബോഡിയിലെ ആ ഡിസീസ് അതിപ്പോ ഓൾമോസ്റ്റ് 80% അവന്റെ ബോഡി മുഴുവൻ സ്പ്രെഡ് ആയിരിക്കുകയാണ്. 1 വർഷത്തിനുള്ളിൽ അവൻ മരണപ്പെടും എന്നവന് മനസ്സിലാവും. ട്രഫാർഗർ ലോയോട് ഇപ്പോ ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് അവന്റെ റിയൽ പേരെന്താണ് ചോദിക്കും. അതിനവൻ പറയും ട്രഫാർഗർ ഡി വാട്ടർലാൻഡ്. അത് കേട്ട് ഇപ്പൊ ഡോഫ്ലമിംഗോയുടെ അനുജൻ ആളാണെങ്കിൽ അവനെ അങ്ങനെ തൂക്കിയെടുത്ത് ദൂരത്തായിട്ട് ഒരു വൃത്തികെട്ട സ്ഥലത്തേക്ക് വലിച്ചെറിയും. അതിനുശേഷം അവനോട് പറയും, നീ പറഞ്ഞ നിന്റെ പേര് അത് സത്യമാണെങ്കിൽ ഇനി ഒരു കാരണവശാലും നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ട്രഫാർഗർ ലോ ആണെങ്കിൽ ആകെ ഷോക്കാവും. ഇനി ഇവിടെ നീ നിന്നാ അത് നിനക്കായിരിക്കും ഏറ്റവും വലിയ ആപത്തെന്ന് പറയും. അത് കേട്ട് ട്രഫാർഗർ ലോ അവൻ ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.